ക്ലാസ് 8 മാത്സ് ചാപ്റ്റർ 2 തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ്. പേജ് നമ്പർ 18, ഫസ്റ്റ് എക്സസൈസ് പ്രോബ്ലം. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ആൾ പെയേഴ്സ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഫൈൻഡ് ആൾ പെയേഴ്സ് ഓഫ് മാച്ചിങ് ആംഗിൾസ്, മാച്ചായിട്ടുള്ള തുല്യമായിട്ടുള്ള കോണുകൾ, ആംഗിൾസ്, ഇതിന് തുല്യമായിട്ടുള്ള ആംഗിൾ ഇതിൽ നിന്നും കണ്ടെത്തിയതാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൽ വശങ്ങളെല്ലാം തുല്യമാണ് അല്ലേ, സൈഡ്സ് ഈക്വൽ ആണ്. 2 സെൻറ്റിമീറ്റർ ഇവിടെയുണ്ട്, 2 സെൻറ്റിമീറ്റർ, 3, 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ സൈഡ്സ് വശങ്ങളൊക്കെ തുല്യമാണ്. അങ്ങനെയുള്ള ത്രികോണങ്ങളുടെ പ്രത്യേകത, നമ്മുടെ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ആംഗിൾസ്, ഓപ്പോസിറ്റിലുള്ള ആംഗിൾസ് തുല്യമായിരിക്കും. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളിലെ സൈഡ്സ്, വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണ് അല്ലേ. ഇതിലുള്ള വശങ്ങൾ തന്നെയാണ് ഇതിലുള്ള വശങ്ങൾ അല്ലേ, സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ, തുല്യമായിട്ടുള്ള വശത്തിൻ്റെ എതിരെയുള്ള കോണുകളാണ് തുല്യം. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്ററിന് എതിരെ അല്ലേ, ഓപ്പോസിറ്റുള്ള കോണ് ഏതാണ്? ആംഗിൾ ഏതാണ്? എം ആണ്. അത് അതേപോലെ തന്നെ ഈ ട്രയാങ്കിളിൽ 2 സെൻറ്റിമീറ്ററിന് എതിരെയുള്ള കോണില്ലേ, ഓപ്പോസിറ്റുള്ളത് Z ആണ്. അപ്പോൾ ഈ ആംഗിളും തുല്യമായിരിക്കും. ഓപ്പോസിറ്റുള്ള 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള 2 ആംഗിളുകളും തുല്യമായിരിക്കും. അതാണ് പറഞ്ഞത്. മാച്ചിങ് ആംഗിൾസിലെ തുല്യമായിട്ട് രണ്ടും ഈക്വൽ ആയിട്ടുള്ള മാച്ച് ചെയ്തിട്ടുള്ള ആംഗിൾസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 2 ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. 2, 3, 4 സെൻറ്റിമീറ്റർ വശങ്ങളാണല്ലേ, സൈഡ്സ് ആണ് ഇതിന് രണ്ടിനുള്ളത്. അതുകൊണ്ട് തന്നെ 2 സെൻറ്റിമീറ്റർ ഇതിൽ രണ്ടിൻ്റെയും ഓപ്പോസിറ്റിലുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. കോണുകൾ ഏതൊക്കെയാണ്? തുല്യ കോണുകളാണ് കണ്ടുപിടിക്കേണ്ടത്. 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ആംഗിൾസ്. ഇവിടെ ഈ ട്രയാങ്കിളിൽ 2 സെൻറ്റിമീറ്ററിന് 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് എതിരെയുള്ള കോൺ ഏതാണ്? ആംഗിൾ എം അല്ലേ, ഓപ്പോസിറ്റ് എതിരെയുള്ള കോണ്. ഓക്കെ, അതേപോലെ ഈ ട്രയാങ്കിളിൽ 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആംഗിൾ Z ആണ് അല്ലേ, ഇതിനെതിരെയുള്ള കോണ്. അപ്പോൾ ഈ എതിർക്കോണുകൾ തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ Z, അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ് ഓഫ് 2 സെൻറ്റിമീറ്റർ അല്ലേ, 2 സെൻറ്റിമീറ്റർ വശത്തിൻ്റെ എതിർക്കോണുകൾ. ആ എതിർക്കോണുകൾ ഈക്വലാണ്. അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ ഏതാണ്? എമ്മിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ Z നമ്മളൊന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് എതിരെയുള്ള കോൺ ഏതാണ്? ആംഗിൾ N ആണ്. ഇനി ഈ ട്രയാങ്കിളിൽ ഈ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള കോൺ ഏതാണ്? വശമാണെങ്കിൽ 4 ഇതാണ് അല്ലേ, കോൺ ഇതാണല്ലേ. ഇവിടെയുള്ള കോൺ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലേ. ഇത് രണ്ടും ഇതിൻ്റെ സൈഡിലുള്ള കോണുകളാണ്. ഇതിൻ്റെ എതിർക്കോൺ ഏതാണ്? X ആണ്, ആംഗിൾ X ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ N ഈക്വൽ ടു ആംഗിൾ X അല്ലേ. ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ്? എതിർക്കോൺ ഏതാണ്? ആംഗിൾ X ആണ്. അവ രണ്ടും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഒരു എതിർക്കോണുകളില്ലേ, ഈക്വൽ ആയിട്ടുള്ള എതിർക്കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അതായത് 3 സെൻറ്റിമീറ്റർ വശത്തിൻ്റെ എതിർക്കോണുകൾ അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോണുകൾ, ആംഗിൾസ്. നെക്സ്റ്റ് 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് എതിർക്കോൺ ഏതാണ്? ആംഗിൾ L ആണ്. ഇവിടെ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് എതിർക്കോൺ ഏതാണ്? ആംഗിൾ Y ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. 4 സെൻറ്റിമീറ്ററിൻ്റെ എതിർക്കോണുകൾ, 4 സെൻറ്റിമീറ്റർ വശത്തിൻ്റെ എതിർക്കോണുകൾ തുല്യമാണ്. ഏതൊക്കെയാണ് എതിർക്കോണുകൾ? ആംഗിൾ L ഈക്വൽ ടു ആംഗിൾ Y അല്ലേ. എതിരെയുള്ള കോണിലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മാച്ചിങ് ആംഗിൾസിലെ തുല്യമായിട്ടുള്ള കോണുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, 2 സെൻറ്റിമീറ്ററിൻ്റെ എതിർക്കോണ് ഓപ്പോസിറ്റ് ഉള്ളതൊക്കെ ഈക്വലാണ്. 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയും 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയുള്ളതും ഈക്വലാണ്. അതുപോലെ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള L-ഉം അതുപോലെ ഇവിടെ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള Y-ഉം എന്താണ്? ഈക്വലാണ്. നെക്സ്റ്റ് ഇവിടെ രണ്ടാമത്തേതായിട്ട് 2 ട്രയാങ്കിൾസ് വേറെ തന്നിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ്? 2.4 ഇവിടെയുണ്ട്, 3 ഉണ്ട്, അതുപോലെ 3.6 അല്ലേ. സൈഡ്സ് എല്ലാം ഈക്വലാണ്. വശങ്ങൾ തുല്യമാണ്. വശങ്ങൾ തുല്യമായാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എതിർക്കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിൽ 2.4ൻ്റെ ഓപ്പോസിറ്റ് എതിർക്കോൺ ഏതാണ്? B ആണ്. ഇവിടെ 2.4 സെൻറ്റിമീറ്ററിൻ്റെ എതിർക്കോൺ ഏതാണ്? ഓപ്പോസിറ്റുള്ള കോൺ P ആണ് അല്ലേ. എതിർക്കോണുകൾ തുല്യമായിരിക്കും. ഇവിടെയും 2.4 സെൻറ്റിമീറ്റർ, 2.4 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ രണ്ടിൻ്റെയും എതിർക്കോണുകൾ തുല്യമായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കോൺ അല്ലേ, എതിരെയുള്ള കോണ് ഏതൊക്കെയാണ്? B-യും P-യും എന്തായിരിക്കും? അപ്പോൾ ഈക്വൽ ആണല്ലേ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ് ഓഫ് 2.4 സെൻറ്റിമീറ്റർ, 2.4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള എതിർക്കോണുകൾ അല്ലേ, വശത്തിൻ്റെ എതിർക്കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. നെക്സ്റ്റ് 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ്.
ഇവിടെ 3 സെൻറ്റിമീറ്ററിൻ്റെ എതിർക്കോണല്ലേ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എ ആണ്. ഇത് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണല്ലേ, സൈഡുകളാണ്, അതിൻ്റെ ആ വശം തന്നെയാണ്. ഇതിൻ്റെ എതിരെയുള്ള കോൺ ഏതാണ്? ആംഗിൾ എ ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് അല്ലേ, അത് അഡ്ജസൻറ്റ് അടുത്തുള്ള കോണുകളാണ് അല്ലേ. ഇത് ഓപ്പോസിറ്റിന് എതിരെയുള്ളതില്ലേ, എതിർവശം ഏതാണ്? ആംഗിൾ ആറാണ്. അപ്പോൾ ഇവിടെയും 3ൻ്റെ ഓപ്പോസിറ്റ്, ഇവിടെയും 3ൻ്റെ ഓപ്പോസിറ്റുള്ള രണ്ട് ആംഗിൾസും തുല്യമായിരിക്കും. അതായത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ. കാരണം എന്താണ്? 3 സെൻറ്റിമീറ്റർ വശത്തിൻ്റെ എതിർക്കോണുകൾ എന്താണ്? തുല്യമാണ് അല്ലേ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ് ഓഫ് 3 സെൻറ്റിമീറ്റർ. 3.6ൻ്റെ ഓപ്പോസിറ്റിലായിട്ട് ആംഗിൾ ഏതാണ്? ആംഗിൾ സി. ഇവിടെ 3.6ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ ക്യൂ അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എതിർക്കോണുകൾ അല്ലേ, എതിർക്കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് 3.6ൻ്റെ എതിരെയുള്ള കോണില്ലേ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ സി ഈക്വൽ ടു ഇവിടെ 3.6ൻ്റെ ഓപ്പോസിറ്റ് എതിരെയുള്ള കോൺ ഏതാണ്? ആംഗിൾ ക്യൂ. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് നമുക്ക് എഴുതാം. കാരണം എന്താണ്? 3.6ൻ്റെ എതിർക്കോണുകളാണ് അല്ലേ, 3 സെൻറ്റിമീറ്റർ വശത്തിൻ്റെ എതിർക്കോണുകൾ അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചുവടെ വരച്ചിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളിൽ എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു ആർ പി, സി എ ഈക്വൽ ടു പി ക്യു എന്നിങ്ങനെയാണ്. അതായത് ഇതിൻ്റെ വശങ്ങൾ തുല്യമാണല്ലേ, എ ബി എന്ന് പറഞ്ഞ ഈ വശം ക്യു ആർ എന്ന് പറഞ്ഞ ഈ വശത്തിന് തുല്യമാണ്, ഈക്വലാണ്. അതായത് ഇതിൻ്റെ എതിർക്കോണുകൾ എന്തായിരിക്കും? അപ്പോൾ തുല്യമായിരിക്കും. എതിർവശങ്ങൾ ഓപ്പോസിറ്റുള്ള കോണുകൾ എന്തായിരിക്കും? ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എ ബി സി എന്ന ത്രികോണത്തിലെ ആംഗിൾ സിയും പി ക്യു ആർ എന്ന ത്രികോണത്തിലെ എല്ലാ കോണുകളും കണക്കാക്കുക. അപ്പോൾ ഇതിലുള്ള രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ടല്ലേ, എയും ബിയും തന്നിട്ടുണ്ട്. ആംഗിൾ സി നമ്മൾ കാണണം അല്ലേ, ഈ കോണ് സി എന്നുള്ള കോണ് നമ്മൾ കണ്ടെത്തണം. അതുപോലെ ഇതിലുള്ള എല്ലാ കോണുകളും കണ്ടുപിടിക്കണം അല്ലേ. ഇതിലുള്ള കോണുകൾ കിട്ടിയാൽ ഇതിലുള്ള കോണുകൾ കണ്ടുപിടിക്കാൻ സുഖമാണ് അല്ലേ. ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്തായിരിക്കും? അതേപോലെ എ ബിക്ക് എന്താണ്? ഈക്വലാണ് ക്യു ആർ എന്ന് പറഞ്ഞ ഈ വശം. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? അത് രണ്ടും സെയിം ആയിരിക്കും. ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് ആംഗിൾ സി. എ ബി സിയിൽ കമ്പ്യൂട്ട് ആംഗിൾ സി കണ്ടുപിടിക്കാനും അതുപോലെ ആൻഡ് ആൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ അല്ലേ, പി ക്യു ആറിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനും ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ രണ്ട് കോണുകൾ ആംഗിൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഈ ആംഗിൾ കിട്ടാൻ എന്താണ് വഴി അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ കോണുകളൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി അല്ലേ. കോണുകളുടെ തുക എന്താണ്? 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 60ഉം 40ഉം തന്നിട്ടുണ്ട് അല്ലേ. 60ഉം 40ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 100. 100ന്ന് 180ലേക്ക് എത്താൻ എത്ര കൂടെ വേണം? ഇവിടെ 80 ആവണമല്ലേ. എന്നാൽ 180, 100 + 80 ആണ് 180. അപ്പോൾ ഈ ആംഗിൾ എന്തായാലും എന്താണ്? 80 ഡിഗ്രി ആണല്ലേ, 80 ഡിഗ്രിയാണ്. അതായത് 60, 40, 100, 100ഉം 80ഉം കൂടി ചേരുമ്പോഴല്ലേ 180. ആകെ കോണുകളുടെ അളവ് എന്തായാലും എന്താണ്? 180 ഡിഗ്രി ആണല്ലേ ആകെ കോണുകളുടെ തുക. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് തുക എന്താണ്? 180 ഡിഗ്രിയാണ്. ഇൻ ട്രയാങ്കിൾ എ ബി സിയിൽ എന്താണ്? 40 ഡിഗ്രി + 60 ഡിഗ്രി + ആംഗിൾ സിയിലെ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എന്താണ്? 180 ഡിഗ്രി കിട്ടണം, ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഡിഗ്രി + ആംഗിൾ സി ഈക്വൽ ടു 180. ആംഗിൾ സി എന്താണ്? 180 മൈനസ് ഈ 100 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 80 ഡിഗ്രി എന്ന് കിട്ടി. ഇതിൻ്റെ വൈക്കണക്കിലെ അതിൻ്റെ സ്റ്റെപ്പ് വേണ്ടവർക്കാണ് ഇത് കാണിച്ചത്. ആംഗിൾ സി എന്താണ് നമുക്കറിയാം? 80 ആയിരിക്കാം അല്ലേ. ഇവിടെ 100 ആണ്, 100 ഇവിടെ 80 കൂടി കൂട്ടിയാലേ നമുക്ക് 180 കിട്ടുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ആംഗിൾ സി എന്താണ്? 80 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ് അല്ലേ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ ബിയും ക്യു ആറും എ ബി ഈക്വൽ ടു ക്യു ആർ, സൈഡ്സ് ഈക്വൽ ആയത് കൊണ്ട് തന്നെ ഈക്വൽ ട്രയാങ്കിൾസ് തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എ ബി ഈക്വൽ ടു ക്യു ആർ അല്ലെ, എ ബി ഈക്വൽ ടു ക്യു ആർ. അപ്പോൾ ആംഗിൾ ഓപ്പോസിറ്റ് ടു എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ക്യു ആർ അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ. അപ്പോൾ എ ബി ഈക്വൽ ടു ക്യു ആർ, എ ബി ഈക്വൽ ടു ക്യു ആർ അല്ലേ, ഈ രണ്ട് സൈഡ്സാണ് ഈക്വലിലെ സമമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും, കോണുകൾ തുല്യമായിരിക്കും. എ ബിൻ്റെ ഓപ്പോസിറ്റുള്ള ഏതാണ്? ആംഗിൾ സി ആണ്. ആർ ക്യൂവിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ പി ആണ്. അപ്പോൾ ഈ ആംഗിൾ പിയും ആംഗിൾ സി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ആർ പി ഇത് രണ്ടും ഈക്വലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എതിരെയുള്ള കോണുകൾ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വലാണ്. അതായത് ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി. ആംഗിൾ സി എത്രയാണ് നമ്മൾ കണ്ടു അല്ലേ, ആംഗിൾ സി എത്രയാണ്? 80 ഡിഗ്രിയാണ്. അപ്പോൾ ആ 80 ഡിഗ്രി തന്നെ ആയിരിക്കും ആംഗിൾ പിയും. അതായത് 80 ഡിഗ്രി ഈക്വൽ ടു ആംഗിൾ പി. അപ്പോൾ നമുക്ക് ആംഗിൾ പിയും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. എ ബിയുടെ എതിർക്കോണ് ക്യു ആറിൻ്റെ എതിർക്കോണിന് സമമാണ്, ഈക്വലാണ്. നെക്സ്റ്റ് ബി സി ഈക്വൽ ടു ആർ പി. ഈ ബി സി എന്നുള്ള ഈ സൈഡ് അല്ലേ, ഈ സൈഡ് എന്തിന് ഈക്വലാണ്? ആർ പി. ആർ പി പറഞ്ഞ ഈ സൈഡിന് ഈക്വലാണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എതിർക്കോണില്ലേ, എതിരെയുള്ള കോണ് അല്ലേ, ഓപ്പോസിറ്റുള്ള കോണ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കോണും ഈക്വലായിരിക്കും അല്ലേ. ഇത് രണ്ട് ഈക്വൽ, ഈ രണ്ട് വശങ്ങൾ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? ഈക്വലായിരിക്കും. ബി സിൻ്റെ എതിർക്കോൺ ഏതാണ്? ആംഗിൾ എ ആണ്. അതുപോലെ ആർ പിയുടെ എതിർക്കോൺ ഏതാണ്?
ആർ പിൻ്റെ എതിർക്കോണ് എതിരെയുള്ള കോണ് അല്ലേ ക്യൂ ആണ്, ആംഗിൾ ക്യൂ ആണ് അല്ലേ. അപ്പോൾ അതായത് ബി സിയുടെ എതിരെയുള്ള കോൺ എത്രയാണ്? ആംഗിൾ എ എന്ന് പറഞ്ഞത് 40 ഡിഗ്രിയാണ്. ആ 40 ഡിഗ്രി തന്നെയായിരിക്കും എന്ത് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ക്യൂ ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടി. നെക്സ്റ്റ് സി എ ഈക്വൽ ടു പി ക്യൂ. സി എ എന്ന് പറഞ്ഞ ഈ സൈഡും പി ക്യൂ എന്ന് പറഞ്ഞ ഈ സൈഡും ഈക്വലാണ്, തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിൻ്റെ എതിർക്കോൺ ഏതാണ്? സി എൻ്റെ എതിർക്കോൺ ഏതാണ്? ആംഗിൾ ബി ആണ്. പി ക്യൂവിൻ്റെ എതിർക്കോൺ ഏതാണ്? ആംഗിൾ ആർ ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് എഴുതാം അല്ലേ. ആംഗിൾ ബി എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് എഴുതാം. അതായത് സി എയുടെ എതിർക്കോൺ എന്തിന് ഈക്വലാണ്? പി ക്യൂവിൻ്റെ എതിർക്കോണിന് ഈക്വലാണ് അല്ലേ, ഓപ്പോസിറ്റുള്ള കോണ് അല്ലേ. ആംഗിൾസ് എല്ലാ കോണുകളുമാണ് ഇതിൽ, പി ക്യു ആറിൻ്റെ എല്ലാ കോണുകളും ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് ട്രയാങ്കിളും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, അതായത് തുല്യ ത്രികോണങ്ങളാണ് അല്ലേ. അതിൻ്റെ വശങ്ങൾ സൈഡ്സ് എല്ലാം ഈക്വലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ളല്ലേ എതിർക്കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എതിർക്കോണ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ കോണുകളൊക്കെ, ആ കോണുകൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ കോണുകളും അല്ലേ. ഇതിൻ്റെ എതിരെയുള്ള വശങ്ങളുടെ ഓപ്പോസിറ്റുള്ള എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. പറയുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.